നടത്തുന്ന തെരഞ്ഞെടുപ്പിൽ കെ സുധാകരൻ മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ 5 minutes. നല്ല തെരഞ്ഞെടുപ്പ്, നല്ല പ്രതീക്ഷ. നമ്മുടെ എല്ലാ പ്രവർത്തകന്മാരും നമ്മുടെ നാട്ടിലെ എല്ലാ അനുഭാവികളും തെരഞ്ഞെടുപ്പ് രംഗത്ത് വന്നു എന്നാണ് എനിക്ക് എൻ്റെ പ്രവർത്തകന്മാരിൽ നിന്ന് കിട്ടിയ വിവരം. അതുകൊണ്ട് ഞാനതിൽ സംതൃപ്തനാണ്. നല്ല റിസൾട്ട് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. 100 വരെയൊക്കെ പോകാം. തുടർഭരണം അവസാനിക്കുവാണോ? തുടർഭരണം ഒരിക്കലും അവസാനിക്കൂല. അല്ല, തുടർഭരണം ഒരിക്കലും അനുവദിക്കില്ല. UDF അധികാരത്തിൽ വരും. UDF അധികാരത്തിൽ വരും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 100%. ആ 100%ത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുകയാണ്. അതിങ്ങനെ കുറഞ്ഞ ദിവസമല്ലേ വേണ്ടൂ. അധിക ദിവസം കാത്തിരിക്കേണ്ട കാര്യമില്ലല്ലോ. റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ആരെ ഭരിക്കും. പേരാവൂരൊന്നും ഒരട്ടിമറി നടക്കാൻ സാധ്യതയില്ല. ഞാൻ ഇന്നലെ എല്ലാം ഞാനിത് ആ ഭാഗം പരിശോധിച്ചതാണ്. ആ പരിശോധനയിലൊന്നും വലിയ അപാകതയുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ജയിക്കും. സണ്ണി വക്കീലിനെതിരായിട്ടുള്ളൊരു വികാരത്തിന്റെ പ്രതിഫലനമാണ് നിങ്ങൾ ഈ കാണുന്നതും കേൾക്കുന്നതും ചോദിക്കുന്നതും എല്ലാം. അത് അസത്യമാണ്. അത് ശരിയല്ലാത്ത വാർത്തയാണ് നിങ്ങൾ എന്നോട് ചോദിക്കുന്നത്. അവിടെ ദയവായി അത് ഇന്നെങ്കിലും അവസാനിപ്പിക്കുക. ഏത് കത്ത്? കത്തിനെ കുറിച്ചിട്ട് അങ്ങനെ ആശങ്കയൊന്നുമില്ല. കത്ത് കൊടുത്തത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതിനെ കുറിച്ചിട്ട് ചർച്ച ചെയ്യേണ്ടത് മാത്രമല്ല, അതൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടതാണ്. എന്നിട്ട് വേണം അത് തീരുമാനിക്കാൻ. ആണെന്നും അല്ലെന്നും പറഞ്ഞാൽ അതിനകത്ത് രണ്ടുണ്ടാകുമ്പോൾ അതിനകത്ത് ഒന്ന് കൺഫേം ചെയ്യണമെങ്കിൽ എന്ത് മാർഗം വേണം? അതിന്റെ ശരിയായ വഴിയിലൂടെ പരിശോധിച്ച് എന്നിട്ട് അതിന്റെ റിസൾട്ട് കണ്ടെത്തണം. കെ സുധാകരൻ പറയുന്നുണ്ട് UDFന് ഇത്തവണ ഭരണം ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ സണ്ണി ജോസഫിന്റെ കത്തുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അദ്ദേഹം കത്ത് നൽകിയിട്ടില്ല എന്ന് സുധാകരൻ പറയുന്നില്ല. അത് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യമാണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. വിശദാംശങ്ങൾ അർജുൻ, വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം കെ സുധാകരൻ, മുൻ KPCC പ്രസിഡന്റ് കെ സുധാകരൻ MP നൽകിയ പ്രതികരണമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അദ്ദേഹം പറയുന്നത് UDFന് വലിയ വിജയം ഉണ്ടാകും എന്ന ഒരു ആത്മവിശ്വാസമാണ് കെ സുധാകരൻ പ്രകടിപ്പിക്കുന്നത്. നമുക്കറിയാം ഈ കണ്ണൂരിലെ സീറ്റുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ, അതിനുശേഷം കെ സുധാകരനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതൊക്കെ തന്നെ വലിയ വിവാദങ്ങളിലേക്ക് വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ 11 മണിക്കാണ് കെ സുധാകരൻ വോട്ട് രേഖപ്പെടുത്താൻ എത്തും എന്ന് അറിയിച്ചിരുന്നത്. ആ സമയവും കഴിഞ്ഞപ്പോൾ ഈ 2:30 അദ്ദേഹം കിഴുന്ന സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയത്. അതിനുശേഷമാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അദ്ദേഹം പറയുന്നത് പേരാവൂരിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല, സണ്ണി ജോസഫ് വിജയിക്കുന്ന ഒരു സാഹചര്യം തന്നെ അവിടെ ഉണ്ടാകും എന്നാണ് മുൻ KPCC പ്രസിഡന്റായ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്, മുൻ KPCC പ്രസിഡന്റായ കെ സുധാകരൻ വ്യക്തമാക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം ഒരു കത്ത് പുറത്തു വന്നിരുന്നു. കണ്ണൂരിൽ കെ സുധാകരനെ സ്ഥാനാർത്ഥിയാക്കരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു കത്ത് പുറത്തു വന്നിരുന്നു. ഈ കത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ, അതിന്റെ ആധികാരികതയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്, അന്വേഷണത്തിന് വിധേയമാക്കേണ്ടതാണ് എന്നാണ് കെ സുധാകരൻ വ്യക്തമാക്കിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിന് ശേഷം നമുക്കത് പരിശോധിക്കാം എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. തുടക്കം തന്നെ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇല്ലാതെ നോക്കണം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. കരുതലോടുകൂടിയാണ് കെ സുധാകരൻ MP പ്രതികരിച്ചത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം മൈനോറിറ്റി കോൺഗ്രസിന്റെ മുൻ ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഖാദർ ചില ആക്ഷേപങ്ങളൊക്കെ ഉയർത്തിയിരുന്നു. കെ സുധാകരനെ ഇല്ലാതാക്കാൻ സണ്ണി ജോസഫ് ശ്രമിച്ചു എന്നുള്ള രീതിയിലൊക്കെയുള്ള ആക്ഷേപങ്ങൾ ഉയർത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനും കെ സുധാകരൻ മറുപടി നൽകിയിട്ടില്ല. അതിനു മുമ്പ് തന്നെ അദ്ദേഹം ഈ മാധ്യമങ്ങളിൽ നിന്ന് മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അർജുൻ, മനോജ് നേരത്തെ സൂചിപ്പിച്ചു, രാവിലെ 11 മണിക്ക് കെ സുധാകരൻ വോട്ട് രേഖപ്പെടുത്താൻ എത്തുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. അത് ഉച്ച കഴിയുന്ന ഒരു സാഹചര്യം. അത് ഏതെങ്കിലും തരത്തിൽ രാവിലെ മാധ്യമങ്ങളെ സുധാകരൻ കണ്ടാൽ അദ്ദേഹത്തിന്റെ പ്രതികരണം ഏതെങ്കിലും തരത്തിൽ മുന്നണിക്ക് ദോഷമായി ബാധിക്കുമെന്ന ഒരു സൂചനയെ തുടർന്നാണോ അദ്ദേഹത്തോട് ഉച്ചയ്ക്ക് ശേഷം വോട്ട് രേഖപ്പെടുത്താൻ നേതൃത്വം ആവശ്യപ്പെട്ടു എന്നുള്ള രീതിയിൽ അങ്ങനെയുള്ള ഒരു സൂചനകൾ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ?
അർജുൻ, ആ രീതിയിൽ നമുക്ക് അതിനെ പറയാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ അടുത്ത ഒരു കുടുംബത്തിൽ ഒരു മരണമുണ്ടായി, അവിടെ പോയി വന്നതിന് ശേഷം വോട്ട് രേഖപ്പെടുത്താം എന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആകാം അത്തരത്തിലുള്ള ഒരു വൈകൽ ഉണ്ടായത് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലാതെ മറ്റേതെങ്കിലും തരത്തിലൊരു കാര്യങ്ങളൊന്നും ഇപ്പോൾ ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എന്തായാലും കെ സുധാകരന് ഒരു അതൃപ്തി ഉണ്ടായിരുന്നു എന്ന കാര്യം സത്യമാണ്. വലിയ രീതിയിൽ കണ്ണൂരിൽ മത്സരിക്കാൻ അദ്ദേഹം വലിയ താല്പര്യം കാട്ടിയിരുന്നു. കണ്ണൂരിൽ 100% താൻ തന്നെ സ്ഥാനാർത്ഥി, ഉറപ്പ് എന്ന് കെ സുധാകരൻ പറയുന്നതും നമ്മൾ കേട്ടതാണ്. പക്ഷേ ഹൈക്കമാൻഡ് എംപിമാർ മത്സരിക്കേണ്ടതില്ല എന്ന ഒരു തീരുമാനമെടുക്കുകയും അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം നിഷേധിക്കുകയും ചെയ്തു. ഇതിന് പിന്നിൽ മുൻ KPCC പ്രസിഡന്റായ സണ്ണി ജോസഫാണ് എന്നുള്ളൊരു ആക്ഷേപം വലിയ രീതിയിൽ ഈ കെ സുധാകരൻ അനുകൂലികളുടെ ഭാഗത്തു നിന്നും വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അപ്പോൾ അത് പേരാവൂരിലും കണ്ണൂരിലും പ്രതിഫലിക്കുമോ എന്ന ഒരു ആശങ്കയാണ് എല്ലാവരും പ്രകടിപ്പിച്ചത്. പക്ഷേ അത്തരത്തിലുള്ള ഒരു ആശങ്കയ്ക്കും അടിസ്ഥാനമില്ല എന്നാണ് കെ സുധാകരൻ തന്നെ ഇപ്പോൾ പറയുന്നത്. കണ്ണൂരിലും പേരാവൂരിലും ഉൾപ്പെടെ UDF വലിയ വിജയം നേടും. അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് UDFന്റെ ഒരു ഭരണം വരും, 100 സീറ്റിലധികം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ എന്നും കൂടി കെ സുധാകരൻ ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മനോജ്, കത്തിന്റെ കാര്യത്തിൽ സുധാകരൻ പൂർണ്ണമായും അത് വിട്ടിട്ടില്ല എന്ന് തന്നെയല്ലേ ഇന്നത്തെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? സണ്ണി ജോസഫ് ആണെങ്കിലും കോൺഗ്രസ് നേതൃത്വമാണെങ്കിലും ആ കത്ത് വ്യാജമാണെന്ന് പറയുന്നു. പക്ഷേ സുധാകരൻ അത് വ്യാജമാണെന്ന് ഉറപ്പിച്ച് പറയാൻ തയ്യാറാവുന്നില്ല. അതിൽ തുടർ പരിശോധനകൾ വേണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അർജുൻ, അത് തന്നെയാണ്. ആ കത്തിന്റെ കാര്യത്തിൽ ഇപ്പോഴും കെ സുധാകരന് വലിയ പരിഭവം ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അദ്ദേഹം ആ കത്ത് വ്യാജമാണ്, അത് നേതൃത്വം അക്കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന കാര്യത്തിൽ അന്ന രീതിയിലുള്ള ഒരു പ്രതികരണവും ഇതുവരെ നടത്തുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ആ കത്ത് വ്യാജമല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് കെ സുധാകരന്റെ പ്രതികരണം വരുന്നത്. അതായത് കണ്ണൂരിൽ കെ സുധാകരൻ മത്സരിച്ചാൽ ജയസാധ്യതയില്ല എന്നുള്ള രീതിയിൽ KPCC പ്രസിഡന്റ് തന്നെ ഒരു കത്ത് ഹൈക്കമാൻഡിന് കൊടുക്കുന്ന ഒരു സാഹചര്യം. KPCC പ്രസിഡന്റ് എന്നതിനപ്പുറം അഡ്വക്കേറ്റ് സണ്ണി ജോസഫിനെ നമുക്കറിയാം, കെ സുധാകരൻ വളർത്തിക്കൊണ്ടുവന്ന നേതാവാണ് സണ്ണി ജോസഫ്. അങ്ങനെ അത്തരത്തിലുള്ള ഒരു നേതാവിൽ നിന്ന് കെ സുധാകരനെതിരായ ഒരു കത്ത് ഹൈക്കമാൻഡിലേക്ക് പോവുക എന്നുള്ളത് കെ സുധാകരന് ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അത് തന്നെയാണ് അദ്ദേഹത്തെ വിഷമിപ്പിക്കുന്നതും അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നവരെ വിഷമിപ്പിക്കുന്നതും അത് തന്നെയാണ്. പക്ഷേ KPCC പ്രസിഡന്റും DCC പ്രസിഡന്റും ഒക്കെ പറഞ്ഞു നമ്മളോട് ഒരു തരത്തിലും അത്തരത്തിലുള്ള ഒരു കത്ത് താൻ അയച്ചിട്ടില്ല എന്ന് KPCC പ്രസിഡന്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് പരാതി നൽകുമെന്നും KPCC പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ കെ സുധാകരൻ അനുകൂലികൾ പറയുന്നു ഇതൊരു വ്യാജ കത്തല്ല, ഒറിജിനലാണ്. അത് തന്നെ സുധാകരനും സമ്മതിക്കുന്ന അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളും വരുന്നത്. ഇത് പരിശോധനയ്ക്ക് വിധേയമാക്കണം, ഇൻവെസ്റ്റിഗേഷന് വിധേയമാക്കണം എന്ന് തന്നെയാണ് കെ സുധാകരൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് ഒറിജിനൽ ആണോ എന്ന് കണ്ടെത്തേണ്ടതിന്റെ ആവശ്യകത അത് കെ സുധാകരൻ മുന്നോട്ട് വെക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം പലതും പറയാനുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത്. അർജുൻ.